ആ മുമ്പ് കാണുന്ന സ്ഥലത്തായിരുന്നു കേട്ടോ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. വെയിൽ കാരണം വണ്ടി ഇങ്ങോട്ടൊന്ന് മാറ്റി. അപ്പം നേരെ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. സ്ട്രൈറ്റ് കുറച്ച് നടന്നു കഴിഞ്ഞാൽ പ്രിൻസപ്പ് ഘാട്ട് ഉണ്ട്, അതായത് ഗംഗാ റിവറിൻ്റെ സൈഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റും. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ചെയ്ത്, അപ്പോൾ അവിടേക്കും പോകാം നമുക്ക്. ഇതുണ്ടല്ലേ ഞങ്ങൾ, ഇതാണ് നല്ല രാത്രി ഞാൻ പറഞ്ഞ സ്ഥലം. ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു മോണുമെൻറ്റ്. അതിൽ കംപ്ലീറ്റ് എന്താ പറയുക, തൂണാണ്, വേറെ ഒന്നുമില്ല. ബാക്കിലതാ ബ്രിഡ്ജും. ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തായാലും. ആദ്യം നമ്മളൊന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് കേട്ടോ. എന്താ റഫേൽ ഉഷാറില്ലാത്ത? രാവിലെ തന്നെ ചൂട് തുടങ്ങിയില്ലേ? ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പ്രിൻസപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള. അത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഗംഗാ റിവർ വരുന്നത്. കണ്ടില്ല റെയിൽവേ സ്റ്റേഷൻ, പ്രിൻസപ്പ് ഘാട്ട് റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങോട്ടോട്ടെ ടോയ്ലറ്റ് ഉള്ളേ, ഫ്രീ ആണെന്ന് തോന്നുന്നത് പബ്ലിക് ടോയ്ലറ്റ്. നോക്കി നിങ്ങൾ എൻ്റെ ഒരു കോലം, ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ അവിടെ വന്നപ്പം. ഫുള്ളങ്ങോട്ട് വിയർത്ത് സീനായി കിടക്കുകയാണ് ഇന്നലെ മുതൽ. ഇന്നലെ രാത്രി ഒന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ പമ്പ് പോയിട്ടൊന്ന് ഫ്രഷായി, അതുകൊണ്ട് ഇന്നലെ മര്യാദ കടന്നുറങ്ങാൻ പറ്റി. ഇന്നലെ ഉറങ്ങിയതേ ഓർമ്മയുള്ളൂ, പിന്നെ എണീറ്റതാണ് പിന്നെ ഓർമ്മയുള്ളത്. ഗംഗൻ്റെ ഒരു വീതി, കുറേ ബോട്ടുകളുണ്ട് ഇതിൽ. ബ്രിഡ്ജ് കാണാൻ ഒന്നും പറയാല്ല. നോക്കി നിങ്ങൾ എന്മാതിരി ബ്രിഡ്ജാ. ഇതിൻ്റെ സൈഡ് മൊത്തം ഒരു പാർക്ക് പോലെ കേട്ടോ, നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബോട്ട് ജെട്ടി ഉണ്ടല്ലോടാ, സർവീസ് ഉണ്ടല്ലോ ജങ്കാർ. ഇവിടുന്ന് അങ്ങോട്ട് ജങ്കാർ സർവീസ് ഉണ്ട്, അതിനുവേണ്ടി കുറേ ആൾക്കാരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കില്ല, അതിൽ തന്നെ ആയിരുന്നു വർക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. എല്ലാം ഓക്കെയാണ്, പക്ഷേ ഈ വെള്ളത്തിൽ നിന്ന് കുളിക്കാൻ കഴിയില്ല കേട്ടോ അല്ലേ? നല്ല ചളി വെള്ളം അല്ലേ? എന്തേ അതെ, കാണുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നില്ല. കുളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വീണ്ടും കുളിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോവാണ്. തിരിച്ചു പോകുമ്പം രണ്ട് ചേട്ടന്മാരോട് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് വന്നപ്പം ഇവിടെ വലിയ പ്രശ്നമല്ല, വെള്ളം കുറച്ച് വൃത്തിയായിട്ടുണ്ട്. ഈ കളറാട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഈ ഭാഗത്ത്, അതുകൊണ്ട് അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റും. അങ്ങനെ ഹിന്ദുക്കളുടെ പവിത്രമായിട്ടുള്ള ഗംഗയിൽ നിന്ന് ഞങ്ങൾ കുളിച്ചിറങ്ങി ഫുൾ സെറ്റായിട്ടോ. പിന്നെ എന്തായാലും എന്താ പറയുക, നേരെ വണ്ടി എടുത്ത് പോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് കറങ്ങണം. കുളിച്ച് വന്നതാ, കുളിച്ച് വന്ന് ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല, അപ്പോഴേക്കുള്ള അവസ്ഥ നോക്കി. ഫുൾ വിയർത്താണ്, സീനായി. എന്തായാലും ചങ്ങനി കൊണ്ട് പോട്ടെ, വിശക്കുന്നേ. നമ്മളേ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ മുമ്പിലെത്തിട്ടോ, കണ്ടില്ലേ? ഇവിടെ പാർക്കിംഗ് ഇല്ല, അതാണ് ഒരു സീന്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കട്ടോ വന്നത്. എടാ ചാവി നിർത്തോ, ഞാൻ മറന്നുപോയി. ഓ നോക്കി നിങ്ങൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, നമ്മൾ നേരത്തെ ബാക്ക് ഭാഗത്ത് ഉണ്ടായിന്. എത്ര ടിക്കറ്റ് ചോദിച്ചോട്ടോ, അവിടെ പോയി ചോദിച്ചോണം. 500 ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമ്മൾ പോകുന്നുള്ളത്. അങ്ങനെ 500 കൊടുത്താണ്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു മൂഡിലെ മോണമെൻ്റ് കാണൂല. കുറേ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ ട്രിപ്പിൽ. പക്ഷെ തെറ്റിദ്ധരിച്ചിട്ടോ, വെറും 20 ഉറുപ്പ്യ ഉള്ളൂ അകത്തേക്ക് കയറാൻ മീൻസ് നമുക്ക് ഉള്ളോട്ട് കയറാൻ പറ്റില്ല, ഈ കോമ്പൗണ്ട് ഉള്ളിൽ കയറാൻ പറ്റും. നമുക്ക് പോവായിരുന്നു കേട്ടോ, പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് നമ്മൾ അങ്ങോട്ടൊക്കെ പോകണം. ഇവിടെ നോക്കി നിങ്ങൾ, നമ്മളെ മൈസൂർ പാലസിന് മുമ്പിൽ നിന്നായിരിക്കും കുറേ കുതിരവണ്ടിയൊക്കെ ഉള്ളതാണ് കേട്ടോ. നമ്മൾ എവിടെയെങ്കിലും ഒരു പാർക്കിംഗ് തപ്പി പോവാണ്, കിട്ടുമെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം നമുക്ക്. നീ വിളിക്കണ്ടല്ലേ, നല്ല മനുഷ്യൻ കേട്ടോ. ഞങ്ങളിവിടെ പാർക്കിങ്ങിന് വേണ്ടി വന്നേനി ഫ്ലൈ ഓവറിൻ്റെ താഴെ. 1 മണിക്കൂർ 40 ഉറുപ്പ്യ. അപ്പോൾ മൂപ്പര് വിക്ടോറിയക്കാണ് ഇവിടെ നിർത്തണ്ട, ഭക്ഷണം കഴിക്കാൻ എവിടേക്കൊക്കെ പോകണമെന്ന് ചോദിച്ച് എല്ലാം പറഞ്ഞു കേട്ടോ. ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചിട്ടേ അല്ല, അല്ലേ? നല്ല മനുഷ്യല്ലേ?
എല്ലാ ഡീറ്റെയിലും പറഞ്ഞു. കൊൽക്കത്തയില് ഒരു സംഗതിയും കിട്ടാത്ത പ്രശ്നമല്ല, പക്ഷേ പാർക്കിംഗ് ഗൈസ് ഒരു രക്ഷയില്ലാത്ത. इडली वड़ा है क्या? अच्छा कितना इडली वड़ा? 2 इडली 2 वड़ा। इंग्लिश में 50 बोल दिया क्या? अच्छा ऐसा 2 प्लेट दे दो. അങ്ങനെ ഇഡ്ഡലി വടല്ലേ? 50 റുപ്യക്ക് 2 ഇഡ്ഡലി 2 വട കേട്ടോ. എന്തായാലും കഴിക്കട്ടെ. ഓ വണ്ടി ഞാൻ ഒരു വിധത്തിൽ അവിടെ വെച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ. ആ നമ്മളെ ഇപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ടോ, വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇന്ത്യൻ മ്യൂസിയത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് ക്ലോസ് ആണ്. ഇന്നിപ്പോൾ മൺഡേ ആണ് ദിവസം വരുന്നത്. മൺഡേ ഇത് ക്ലോസ് ആണ്. ഡയറക്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് പോയിട്ട് കാണാനുള്ളത് ഡൈനോസറിൻ്റെയും അതേപോലെ കുറേ മൃഗങ്ങളിലൊക്കെ ഒക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഇന്ത്യൻ മ്യൂസിയം ആകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാൻ പറ്റുമല്ലോ. എന്തായാലും കൊള്ളാം, സംഗതി ഒരു വൈബ് ഉണ്ട്. ये पुराना मार्केट है इधर का? अच्छा ये जगह का नाम क्या है? ये जगह का नाम है सिंह पार्क मॉल। सिम्बाक, अच्छा मार्केट नाम है। ठीक है, बहुत लोग पुराना नाम से भी जानते हैं। ഓക്കെ. आपका नाम क्या है? मेरा नाम सनी। സണ്ണി. അപ്പോൾ നമുക്ക് സണ്ണിനെ വൈക്കുന്ന കിട്ടിയതാണ്. സണ്ണിനെ കൂടെ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. വെറുതെ ഇങ്ങനെ ഇവിടുത്തെ സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാണ്. SS ഹോഗ് മാർക്കറ്റ്. ഇതിൻ്റെ അകത്ത് നോക്കി നിങ്ങൾ ഫുള്ള് ഓരോ കടകളാട്ടോ. ഇത് കുറേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും സ്വീറ്റ്സിൻ്റെയും അതേപോലെ ഡ്രസ്സിൻ്റെയും അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ ലോക്കൽസൊക്കെ വന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഷോപ്പിംഗ് ചെയ്യുന്ന സ്ഥലമായിരിക്കും അത്. എന്തൊക്കെ സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ വാങ്ങും പറഞ്ഞ സീനായതുകൊണ്ട് ഒന്നിനും നിൽക്കുന്നില്ല. ഇതൊക്കെ നോക്കി ഗ്രില്ല് ചെയ്യുന്ന സാധനം. കാര്യമായിട്ട് ഇതാണ് കേട്ടോ, സ്പൈസസ് ഒക്കെ. ന്യൂ മാർക്കറ്റിൻ്റെ അകത്തുള്ള ഒരു പള്ളി കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഈ പള്ളി ഉണ്ടായപ്പോൾ ഭയങ്കര ഭംഗി കാണാൻ. നല്ല രസമുള്ള കളറാണ് കൊടുത്തത്. ആ पूरा कपड़ा का मार्केट लगता है, लेडीज का अलग, जेंट्स का। अच्छा शाम कितने बजे ഓപ്പൺ हो जाएगा? 4 o'clock. നോക്കി 1814 ഈ മ്യൂസിയം ഉണ്ടാക്കിയത്. ഇതിൻ്റെ കവാടം കണ്ടില്ലേ, കൊള്ളാട്ടോ. ഇത് ഫുൾ ഏരിയ ഇങ്ങനെ സ്പ്രെഡായി കിടക്കാണ്. ഒരു രക്ഷയില്ലാതെ ദാഹം കേട്ടോ. നമ്മുടെ അടുത്തുള്ള വെള്ളമൊക്കെ എന്ന് പറഞ്ഞാൽ ചൂട് വെള്ളം, ഒന്നും നടക്കൂല കുടിക്കൽ. തണുത്ത വെള്ളം ഇല്ലെങ്കിൽ സീനാട്ടോ. എന്താ പറയുക, കൊൽക്കത്ത വൈബാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബാണ്. പക്ഷേ നമുക്കിങ്ങനെ ലോക്കലി ഇരുന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം. അതിന് ഈ പറഞ്ഞ പോലെ ഈ കാലാവസ്ഥയും നമ്മുടെ വണ്ടി അതിനകത്ത് സമ്മതിക്കുന്നില്ല. കാരണം ഒന്ന് നമുക്ക് പാർക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മഹാരാഷ്ട്ര സിറ്റി കാണുന്ന ബസ് ഉണ്ടല്ലോ, അതേ ടൈപ്പ് ബസ്സാട്ടോ ഇവിടെ ഉള്ളത്. ഞങ്ങളിങ്ങനെ നടന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സിയും കാര്യങ്ങളും നമുക്ക് വിളിക്കണം, അല്ലെങ്കിൽ റിക്ഷയിൽ പോകാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള സ്ഥലത്തേക്ക് പെർമിഷൻ ഇല്ല റിക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ ഇവിടെ നിൽക്കായിരുന്നു കേട്ടോ, ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും. അപ്പോൾ ഇവിടെ ഇങ്ങനെ 2 അംബാസഡർ കണ്ട് നോക്കി നിങ്ങൾ അതിൻ്റെ ഭംഗി. ഈ മഞ്ഞ കളറും ഈ ലൈനും അതിലും വെച്ചിട്ട് എന്ത് ഭംഗി അറിയോ. എല്ലാത്തിലും നോ റിഫ്യൂസൽ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ടാക്സി, അവരുടെ നമ്പർ, കാര്യങ്ങൾ എല്ലാത്തിലും കോമൺ ആയിട്ട് ഒരേ ലെവലിലാണ് ഇതുള്ളത് ഡിസൈന്. അത് മാത്രമല്ല ഇവിടുത്തെ ബസ്സാണെങ്കിൽ നോക്കി നിങ്ങൾ, ഇതെല്ലാം കൂടിയുള്ള ഒരു ഫോട്ടോ കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ മതി, ഇല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നുണ്ടാവും. റോഡിൽ കാര്യമായിട്ട് ഈ വണ്ടിയാണ്. ബാക്കിയുള്ള സിറ്റീസിനെ കമ്പയർ ചെയ്യുമ്പം നമ്മൾ പുതിയ വണ്ടികളിലെ കാണുക. ഇവിടെ കൊൽക്കത്തയിൽ പ്രത്യേകത എന്ന് വെച്ചാൽ വിൻറ്റേജ് ആയിട്ടുള്ള ഇങ്ങനത്തെ വണ്ടികളൊക്കെ കൂടുതൽ കാണും. ഈ ബസ്, ഈ ടാക്സി, ഇത് കണ്ട കാര്യമായിട്ട് കാണുന്നത്. പിന്നെ ഞാൻ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ്റെ ബാക്കിയുള്ള ഹെവി സിറ്റീസിനെ കമ്പയർ ചെയ്യുമ്പം എക്കണോമിക്കലി കുറച്ചുകൂടി വീക്കായിട്ടുള്ള സിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ കൊൽക്കത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഹെവി പോഷായിട്ടുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് കുറവാണ്. ഇല്ല എന്നല്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്.